എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 19ാമത്തെ ദിവസമാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇന്നലത്തെ ബാക്കി കഥയിലോട്ട് പോവാം. ഇന്നലെ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കഥ? ലക്ഷ്മണൻ സുഗ്രീവന്റെ കൊട്ടാരത്തിൽ വന്ന് അന്വേഷിക്കുകയാണ് ഇല്ലേ, എന്താണ് സീതാന്വേഷണത്തിന് തയ്യാറായി വരാൻ ഒരു അമാന്തം എന്നുള്ള കാര്യങ്ങള് സുഗ്രീവന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ലക്ഷ്മണൻ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് സുഗ്രീവൻ അകത്തേക്കൊക്കെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് എന്ത് ചെയ്യാണ്, ലക്ഷ്മണന്റെ ദേഷ്യമൊക്കെ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണന്റെ കോപത്തെ കുറിച്ച് ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ലക്ഷ്മണന്റെ കോപമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, താരാദേവീനെ കൊണ്ടുവന്ന് ലക്ഷ്മണന്റെ അടുത്ത് സംസാരിപ്പിക്കുകയാണ്. ഈ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ ഇങ്ങനെ ദേഷ്യമൊക്കെ കുറയും എന്നുള്ളൊരു വെപ്പുള്ളത് കൊണ്ടാണ് സുഗ്രീവൻ താരാദേവിനോട് ലക്ഷ്മണനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താണ്, ഈ വാനരന്മാരെ ദിക്കുകളിലേക്ക്, ഓരോ ദിക്കുകളിലേക്ക് അന്വേഷിക്കാൻ അയച്ച കാര്യങ്ങളൊക്കെ താരാദേവി ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് കുറെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും ഒക്കെ കൂടിയിട്ട് ശ്രീരാമസ്വാമി താമസിക്കുന്ന ആ ഗുഹയുടെ അവിടേക്ക് എല്ലാവരും കൂടി രഥത്തിൽ പോവാണ്. എന്നിട്ടോ സുഗ്രീവനെ കണ്ടതും ശ്രീരാമസ്വാമി പോയി കെട്ടിപ്പിടിച്ചു. നല്ല സുഹൃത്തുക്കളല്ലേ. എന്നിട്ട് കുശലങ്ങളൊക്കെ തിരക്കൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സുഗ്രീവൻ പറഞ്ഞു, ഇത്ര ദിശകളിലേക്ക് വാനരന്മാരെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇനി തെക്ക് ദിശയിലേക്കാണ് പോവാനുള്ളത്. അവിടേക്ക് നേതൃത്വം കൊടുക്കുന്നത് ഹനുമാനും അങ്കദനും തന്നെയാണ്. ആ ഭാഗത്താണ് രാവണന്റെ രാജ്യം എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ശ്രീരാമൻ ഹനുമാനെ മാത്രം സീക്രട്ട് ആയിട്ട് വിളിച്ചു. കാരണം ശ്രീരാമന് തോന്നിയ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വാനരൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹനുമാൻ സ്വാമിയാണ്. എന്നിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള വാചകം, അതായത് ഒരു മുദ്രാമോതിരം, ശ്രീരാമന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു മുദ്രാമോതിരവും അതുപോലെ തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള വാക്യവും ഒരു രഹസ്യ വാചകവും എന്ത് ചെയ്തു, ഹനുമാന് പറഞ്ഞു കൊടുത്തു. എന്തിനാ അത് ഹനുമാന് പറഞ്ഞു കൊടുത്തത്? സീതാദേവിനെ കണ്ടാല് ആ മോതിരം കാണിച്ചു കൊടുക്കാനും അതുപോലെ ഈ രഹസ്യമായിട്ടുള്ള കാര്യം പറയാനും. കാരണം മോതിരം മാത്രം ചിലപ്പോൾ കാണിച്ചു കൊടുത്താൽ അത് ആരെങ്കിലും ശ്രീരാമന്റെ നിന്ന് കട്ടെടുത്തതാണ് വിചാരിച്ചാലോ. അപ്പൊ ശ്രീരാമനും സീതയ്ക്കും മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് രാമൻ പറഞ്ഞു കൊടുക്കാതെ ഹനുമാൻ അറിയില്ലല്ലോ. അങ്ങനെ സീതാദേവിക്ക് വിശ്വസിക്കാമല്ലോ ഹനുമാൻ എന്ന് പറയുന്നത് ശ്രീരാമൻ പറഞ്ഞയച്ച ദൂതനാണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഹനുമാന് ശ്രീരാമസ്വാമി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഹനുമാനും അങ്കദനും കുറെ അധികം വാനരന്മാരും കൂടി ബാക്കിയുള്ള തെക്ക് ദിശയിലേക്കും കൂടി പോയി. അങ്ങനെ ഓരോരോ വാനരന്മാർ ഓരോരോ ദിശയിലേക്കും പോയിട്ടുണ്ട്. മറ്റു ദിശയിലേക്ക് പോയവർക്കൊന്നും എന്താണ് എവിടെ എത്തുന്നില്ല. അവരൊക്കെ വേറെ കുറെ രാക്ഷസന്മാരെയൊക്കെ കണ്ടിട്ട് രാവണനാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ഒരു രാക്ഷസനെ കൊന്നു. പക്ഷെ കൊന്നു കഴിഞ്ഞിട്ടാ മനസ്സിലായത് അത് രാവണനായിരുന്നില്ല, വേറെ ഏതോ രാക്ഷസനായിരുന്നു എന്നൊക്കെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹനുമാനും അങ്കദനും കൂടിയിട്ടുള്ള ആ ഒരു സംഘം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വനമധ്യത്തിൽ എത്തുമ്പോഴേക്ക് എന്താണ്, അവർക്ക് ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെടുകയാണ്. അപ്പൊ എന്താണ്, ഇത് പോകുന്നത് ഒരു ദിവസം കൊണ്ടല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 1 മാസത്തിന്റെ ഉള്ളിൽ തിരക്കിയിട്ട് വരണം എന്നാണ് രാജാവ് സുഗ്രീവൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. 1 മാസത്തിന്റെ ഉള്ളിൽ തിരക്കിയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വധശിക്ഷയാണ് സുഗ്രീവൻ വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് പോയി കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. 1 മാസം കഴിയാനാവാനായി. ഇവർക്ക് തെരഞ്ഞിട്ട് സീതാദേവിനെ കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വനമധ്യത്തിൽ എത്തുമ്പം എന്താണ്, ഹനുമാനും അങ്കദനും കൂടിയിട്ടുള്ള ആ ഒരു സംഘം ഒരു ഗുഹ കാണുകയാണ്. ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് എന്താണ്, ചിറകിലൊക്കെ വെള്ളമൊക്കെ തട്ടിയിട്ട് 2 അരയന്യങ്ങളൊക്കെ നടന്നു വരുന്നത് കാണാണ്. അപ്പൊ ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കുക. അവർ ആ ഗുഹേന്റെ ഉള്ളിൽ നിന്ന് ചിറകിലൊക്കെ വെള്ളമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഹേന്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാവുന്നല്ലേ അർത്ഥം, ഇത്തിരി വെള്ളമെങ്കിലും നമുക്ക് കുടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുട്ട് നിറഞ്ഞ ആ ഗുഹേന്റെ ഉള്ളിലേക്ക് വാനരന്മാരൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി നോക്കണു, അവിടെ കുറെ വെളിച്ചം നിറഞ്ഞ സ്ഥലമായി. അവിടെ നിരത്തി വെച്ചിരിക്കണു കുറെ പഴങ്ങളും ഭക്ഷണ സാധനങ്ങളും വെള്ളവും പാനീയങ്ങളും ഒക്കെ. വാനരന്മാർ അതൊക്കെ ഇങ്ങനെ ആർത്തിയോടെ സന്തോഷത്തോടെ പോയി എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. ഇതിന്റെ ഇടയിൽ അതിൻ്റെ ഒക്കെ നടുവില് ഒരു യോഗിനിയായിട്ടുള്ള സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ഗന്ധർവന്റെ പുത്രിയായി
ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അപ്പൊ ആ സ്ത്രീക്ക് ഒരു എന്താണ് അതിന്റെ മുൻ തലമുറയിലുള്ള ഒരു വിശ്വകർമാവിന്റെ പുത്രിയായിട്ടുള്ള ദേവി പറഞ്ഞു കൊടുത്തതാണ് ത്രേതായുഗത്തില് ശ്രീരാമന്റെ ദൂതന്മാര് ഈ വഴി വരുന്ന സമയത്ത് അവർക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവരെ സഹായിക്കണം. എന്താണ് ആ സമയത്ത് ശ്രീരാമന്റെ ദർശനം ലഭിച്ച് അവിടെ നിന്നും മോക്ഷം കിട്ടുമെന്ന് വിശ്വകർമാവിന്റെ മകളായിട്ടുള്ള ഒരു സ്ത്രീ എന്താണ് ഈ ഒരു ഗന്ധർവന്റെ മകളായിട്ടുള്ള സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഈ വരവും കാത്തിരിക്കുകയാണ് ആ യോഗിനിയായിട്ടുള്ള സ്ത്രീ അവിടെ. അപ്പൊ ഇവരുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണെന്നുള്ള എന്റെ കഥയൊക്കെ ഹനുമാനോടും വാനരന്മാരോടും ഒക്കെ ആ യോഗിനിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ ആ യോഗിനിയായിട്ടുള്ള സ്ത്രീ ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും എന്തായിന്നറിയോ, വാനരന്മാരൊക്കെ ഗുഹയുടെ പുറത്തുനിന്ന് പിന്നെയും കാട്ടിന്റെ നടുവിലായി. അവരിവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പഴങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവര് ഞൊടിയിടയിൽ കാട്ടിന്റെ നടുവിലായി പിന്നെയും ഗുഹേന്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് എന്തായി, ശ്രീരാമസ്വാമിയുടെ ദർശനം ലഭിച്ചു ആ യോഗിനിയായിട്ടുള്ള സ്ത്രീക്ക്. എന്നിട്ടോ ശ്രീരാമസ്വാമിന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും വാനരന്മാര് ആ ദേവി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്ക് ഗുഹയുടെ ഉള്ളിൽ എത്തി. അങ്ങനെ ആ യോഗിനിയായിട്ടുള്ള സ്ത്രീക്ക് മോക്ഷം ലഭിച്ചു. പിന്നെയും 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 ദിവസങ്ങളോളം നമ്മളുടെ വാനരന്മാരുടെ കൂട്ടം തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അവസാനം പോയി കടലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോവാനായിട്ട് ഒരു വഴിയില്ലല്ലോ. അപ്പൊ എന്താണ്, നമ്മളുടെ ബാലിയുടെ മകനായിട്ടുള്ള അങ്കദൻ ഇങ്ങനെ നിരാശ, ഒരു മാസത്തിന്റെ ഉള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വധശിക്ഷ നൽകുന്നതാണ് സുഗ്രീവൻ പറഞ്ഞിരിക്കുന്നത്, മഹാരാജാവ് സുഗ്രീവൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഒരു മാസം കഴിഞ്ഞു. നമുക്ക് സീതാദേവിനെ കണ്ടുപിടിക്കാൻ പോയിട്ടൊരു അംശം വിവരമെങ്കിലും ഒരു ക്ലൂ എങ്കിലും കിട്ടിയിട്ടില്ല ദേവി എവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഈ തെക്ക് ദിശയിലോട്ട് പോകാൻ പലരും പറഞ്ഞത് കേട്ട് ഇങ്ങോട്ട് വന്നപ്പോഴായിക്കോട്ടെ ഇവിടെയാണെങ്കിൽ സാഗരം, എവിടെ പോയിട്ട് ആ ദേവിനെ കണ്ടുപിടിക്കുക? എന്നോട് അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛനായ ബാലിനെ ശ്രീരാമനെ കൊണ്ട് വധിപ്പിച്ചത് സുഗ്രീവനല്ലേ. അപ്പൊ എന്നോട് മുൻകൂട്ടി ദേഷ്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇനി മരണം തന്നെ പോംവഴിയുള്ളൂ. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ ദൗത്യത്തിന് വേണ്ടി എന്താണ് മരിച്ചു എന്നുള്ളതാവും. അവിടെ പോയാലും മരണം, ഇനിയിപ്പോ ഇവിടെ നിന്നാലും മരണം എന്നൊക്കെ പറഞ്ഞ ആകെ നിരാശനായിട്ടിരിക്കുന്ന അങ്കദൻ എന്ത് ചെയ്തു, ഹനുമാൻ സ്വാമി വന്ന് സമാധാനിപ്പിച്ചു. നമ്മൾക്ക് എന്തെങ്കിലും പോംവഴികൾ ഉണ്ടാവും, കണ്ടെത്താം, സീതാദേവി കണ്ടുപിടിക്കാതെ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി, കടലിന്റെ അറ്റത്താണ് അവര് നിൽക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെയും കുറെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.